അബോധപൂർവമായി ചെയ്യപ്പെടുന്ന പ്രവൃത്തികളെല്ലാം തന്നെ യാന്ത്രിക വൃത്തത്തിൽ ആവർത്തിക്കപ്പെടുന്നവയാണ്. അതിൽ നിങ്ങൾക്കൊരു വിധിയുണ്ട്. അതായത് ബോധമില്ലാത്തൊരവസ്ഥയിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ. ഉദാഹരണത്തിന്, നാം എല്ലാവരും വെളുപ്പിൽ എഴുന്നേൽക്കുന്നു, നമ്മുടെ ശാരീരിക ശുദ്ധി വരുത്തുന്നു, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു യാന്ത്രിക തലത്തിലാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തു പോകുന്നത്. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന ഒരു വിധി പ്രകാരമാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ അതിനെ കൂടുതലായിട്ട് ബോധപൂർവം ചിന്തിക്കേണ്ട ആവശ്യം വരാറില്ല. എന്നാൽ എപ്പോഴാണോ നമ്മൾ ഈ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്, അവിടെ നമ്മുടെ ബോധം ഉണർത്തേണ്ടതായിട്ട് വരും. എപ്പോഴാണോ ഒരുവനിൽ ബോധം ഉണരുന്നത്, ആ ഉണർവിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിലൂടെ ആ എല്ലാ വിധികളെയും മാറ്റി എഴുതുവാൻ, അഥവാ വിധികളുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും പുറത്തേക്ക് വരുവാൻ ആ വ്യക്തിയെ കൊണ്ട് സാധ്യമാവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു വ്യക്തിയെ നമുക്ക് എല്ലാത്തിൽ നിന്നും വേറിട്ടവനെന്നും അത് ഒരു സ്വതന്ത്രനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒരിക്കലും ഏത് പ്രകാരത്തുള്ള വ്യക്തികളാകട്ടെ, ചിലപ്പോൾ നമുക്ക് കഴിവുണ്ടാകാം, മറ്റുള്ളവരിൽ കാണുമ്പോൾ നമുക്ക് നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ കഴിവില്ലാത്തവരേക്ക് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ ആരെയും വില കുറിച്ച് കാണരുത് എന്നാണ് പഴമക്കാര് പറയാറുള്ളത്. അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ പൂർവികർ പറയാറുണ്ട്, അഥവാ ഏതൊരു വീട്ടിലും മുതിർന്നവർ പറയാറുണ്ട്, വീട്ടിൽ ചലിക്കാത്ത ഘടികാരം, നിന്നുപോയ ഘടികാരം കൂടി ഒരു ദിവസം 2 നേരം കൃത്യസമയം കാണിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഘടികാരത്തിലൂടെ നമുക്കൊരു പാഠം നമുക്ക് നൽകുകയാണ്. അതായത് എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിരിക്കുന്ന ടൈം സോൺ ഉണ്ട്. എന്ന് വെച്ചാൽ അവരവരുടെ സമയം എത്തുമ്പോൾ മാത്രമാണ് അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുക. അപ്പൊ ജീവിതത്തിൽ ഏത് വ്യക്തിയാണോ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തൻ്റെ വിജയം നേടാൻ വേണ്ടി നിരന്തരമായിട്ടും എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല, തൻ്റെ വിജയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുന്നത്, ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവരുടെ ജയം നിർണയിക്കപ്പെടുക. ഏത് വ്യക്തിയാണോ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയും അതേസമയം അവരുടെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുന്നത്, സമയത്തിൽ വിജയികളാകാനും അവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും കൂടി സമയത്തിനനുസരിച്ച് മാത്രമേ ജയപരാജയം ആ വ്യക്തിയുടെ നിശ്ചയിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ നമുക്ക് സാധാരണമായിട്ട് നമുക്കിടയിൽ ചുറ്റുമുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അഥവാ അവരെ കുറിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കുട്ടികൾ ഒരു 22 പ്രായമാകുമ്പോഴേക്കും ബിരുദം നേടി നല്ലൊരു ജോലിക്ക് വേണ്ടി, അവരുദ്ദേശിച്ച ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. പക്ഷേ അവർ ബിരുദം നേടിയെന്ന് വിചാരിച്ച് ഉടനെ തന്നെ ഒരു ജോലി അവർക്ക് കിട്ടണമെന്നില്ല. അതിനുവേണ്ടി ഒത്തിരി കാലങ്ങൾ, ചിലപ്പോൾ 5-10 വർഷം നീണ്ടു പോകാം അവർ വിചാരിച്ച ജോലി കിട്ടാൻ വേണ്ടി. എന്നാൽ ചിലർ 27 വയസ്സ് പ്രായം എത്തുമ്പോഴായിരിക്കാം അവരുദ്ദേശിച്ച ബിരുദങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവുക. അവർ പഠിച്ചിറങ്ങിയതോടെ തന്നെ അവർക്ക് നല്ല പോസ്റ്റും നല്ല ജോലിയും അവർ നേടുന്നവരായിരിക്കാം. അപ്പോൾ ഓരോ വ്യക്തിയുടെ സമയം അഥവാ ടൈം സോൺ വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ ചിലവര് നേരത്തെ തന്നെ വിവാഹിതരായി തൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ചിലവരോ എത്ര പ്രായം കൂടിയാലും ആഗ്രഹമുണ്ട് എങ്കിൽ പോലും വിവാഹ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരുമുണ്ട്. ചിലര് നേരത്തെ തന്നെ പഠിപ്പെല്ലാം പൂർത്തീകരിച്ച് ഉടനെ തന്നെ, ചിലവര് 18 വയസ്സിൽ തന്നെ ചില കമ്പനിയിൽ CEO ആയി അവർ ജോലി കയറിയിട്ടുണ്ടാകാം. എന്നാൽ 50 വയസ്സിൽ അയാൾക്ക് മരണം സംഭവിക്കും. എന്നാൽ ചിലർ താഴെ തട്ടിൽ നിന്നും ജോലിക്ക് കയറി അവര് അനേക വർഷങ്ങൾ ജോലി ചെയ്ത് തൻ്റെ 50-ാം വയസ്സിലായിരിക്കാം ഒരു കമ്പനിയിൽ അയാൾ CEO ആയി അയാൾക്ക് കയറ്റം കിട്ടുക. അതോടെയോ അവർ 90 വയസ്സ് വരെ ആ കമ്പനിയെ തന്നെ നിലനിർത്തി പോകാനും അതിനെ മേൽനോട്ടം വഹിക്കാനും അവർ ചുമതല വഹിക്കുന്നവരായിട്ട് മാറുന്നതുമുണ്ട്. അപ്പൊ ഏതൊരു മേഖലയിലും അഥവാ നമുക്കിടയിൽ തന്നെ നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും.
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ളവർ, നമ്മളെക്കാൾ ഉയരത്തിൽ ജീവിതം നയിക്കുന്നവരും വളരെ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളില് വലിയ വേദന ഉണ്ടാക്കുന്നതായിട്ട് മാറാം. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ സമയപ്രായക്കാര്, നമ്മുടെ കൂട്ടുകാരായിരിക്കുന്നവര്, അഥവാ നമ്മുടെ ബന്ധുവായിരിക്കുന്നവൻ ചിലപ്പോ നമ്മളെക്കാളും വളരെ പുറകിൽ നിൽക്കുന്നതായിട്ട് കാണാം. അത് ഉദ്യോഗത്തിന്റെ കാര്യത്തിലായിരിക്കാം, പഠിപ്പിന്റെ കാര്യത്തിലായിരിക്കാം, ജീവിതത്തിന്റെ നേട്ടത്തിന്റെ കാര്യത്തിലായിരിക്കാം. വളരെ പുറകോട്ടുണ്ടാകുമ്പോൾ നമ്മളെ അത് വളരെയധികം ചിന്തിപ്പിക്കുന്ന വിഷയമായിട്ട് മാറാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, എല്ലാവർക്കും അവരവരുടെ സമയത്തിന് അനുയോജ്യമായി തന്നെ നമ്മൾക്ക് അതിനോടൊപ്പം തന്നെ മുന്നേറേണ്ടതുണ്ട്. എന്നാൽ അത് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് യാതൊരു പരാതിയും പെടാതെ അതിനെ പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണോ അത് കർമ്മം ചെയ്തുകൊണ്ട്, പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരിക്കൽ ഒരു വ്യക്തി ഒരു സ്ഥാനത്ത് ചെറിയൊരു തട്ടുകട തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അയാളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി ഒരു തൂപ്പുകാരനായിട്ട് അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു. അങ്ങനെ അവർ ഇരുവരും കൂടി ആ ഒരു തട്ടുകടയെ വളരെ ഭംഗിയായി തന്നെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 10-15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു തട്ടുകട വലിയൊരു അറിയപ്പെടുന്ന റെസ്റ്റോറൻ്റായി മാറുകയും ആ ഒരു മുതലാളി വലിയൊരു മുതലാളിയാവുക എന്ന് വെച്ചാൽ അനേക ജോലിക്കാരോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു മുതലാളിയായിട്ട് മാറുകയായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ എല്ലാ തൊഴിലാളികൾക്കും അവര് ശമ്പളം കൂട്ടിക്കൊടുത്തു. അതിൻ്റെ ഇടയിൽ ആ ഒരു തൂപ്പുകാരനായിരിക്കുന്നവെന്ന വ്യക്തിയുടെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടായി. കാരണം അവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ശമ്പളം കൂട്ടിക്കൊടുത്തപ്പോൾ ഈ തൂപ്പുകാരന് ചെറിയൊരു രീതിയിൽ മാത്രമേ ശമ്പളം കൂട്ടി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു വിഷമം മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അവിടെ ജോലിക്ക് പോകുമായിരുന്നത്. ഒരു ദിവസം മനസ്സിൽ തോന്നി, എനിക്ക് എന്തായാലും ആ മുതലാളിയോടൊന്ന് ചോദിക്കണം, ഇതിനൊരു പരിഹാരം കാണണം. അങ്ങനെ ഒരു ദിവസം മുതലാളി വന്നപ്പോൾ ഈ തൊഴിലാളി മുതലാളിയോട് ചോദിച്ചു, മുതലാളി, നിങ്ങൾ ഇത് ചെയ്തത് വലിയൊരു അന്യായമായി പോയി. ബാക്കി എല്ലാ തൊഴിലാളികൾക്കും നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുത്തപ്പോൾ എനിക്ക് മാത്രം എന്തേ അത്ര ശമ്പളം കൂട്ടി തന്നില്ല? അപ്പോ ഈ മുതലാളി ചോദിച്ചു, ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? അപ്പൊ ഈ സങ്കടത്തോടെ തന്നെ ഈ തൊഴിലാളി പറഞ്ഞു, ഈ തൂപ്പുകാരൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണോ തട്ടുകട തുടങ്ങിയത് അന്നു മുതൽ തന്നെ നിങ്ങളോടൊപ്പമല്ലേ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അന്നും ഇന്നും ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല. ഞാൻ ഈ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം കൂട്ടിക്കൊടുത്തപ്പോൾ എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ശമ്പളം കൂട്ടി തന്നില്ല? അപ്പൊ മുതലാളി വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ ഒരു മുതലാളി ആകണം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഉടമയാകണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതൊരു മനസ്സിലൊരു പ്രയാസത്തോടു കൂടി കേൾക്കുകയും തൊഴിലാളി പറഞ്ഞു, അതെങ്ങനെയാ മുതലാളി, ഞാൻ തൂപ്പുകാരനല്ലേ, എനിക്ക് എങ്ങനെയാ അങ്ങേ പോലൊരു കട അല്ലെങ്കിൽ ഹോട്ടൽ ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ മുതലാളിയാകാൻ പറ്റുക? എനിക്ക് ആകെ കൂടെ അറിയുന്ന തൊഴിൽ ഇതല്ലേ എന്ന്. അപ്പൊ മുതലാളി പറഞ്ഞു, അതാണ് നിനക്ക് ശമ്പളം കൂട്ടി കിട്ടാത്തത്, കൂട്ടി നൽകാത്തതിന്റെ കാരണം അതാണ്. കാരണം നീ ചെയ്യുന്ന തൊഴില് തൂപ്പുകാരന്റെ തൊഴിലല്ലേ, ഇതല്ലേ നീ അന്നും ചെയ്തത് ഇന്നും ചെയ്തത്. അതിൽ നിന്നും ഒരു പ്രൊമോഷനിലേക്ക് എത്താൻ നീ ചിന്തിച്ചിട്ടുമില്ല, നീ പ്രയത്നിച്ചിട്ടുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഒരു സമയം വരും. ഇപ്പൊ പലപ്പോഴും ജ്യോതിഷന്മാർ പറയാറുണ്ട്, ഇത്ര വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജയോഗം ഉണ്ടാകും. കേവലം അത് കേട്ടിരുന്നത് കൊണ്ട് എനിക്ക് രാജയോഗം ഉണ്ടാകണമെന്നില്ല. തൂപ്പുകാരനെ പോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഓരോ പടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്തുണ്ടോ അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എനിക്കും ഉയരണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. സമയം ഒരു ഘടകം തന്നെയാണ്. എന്നാൽ നമ്മൾ തുടർന്നിരിക്കേണ്ട ഒരു കർമ്മമുണ്ട്. ആ കർമ്മത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ, അതായത് നമ്മളുടെ ബോധത്തെ ഉണർത്തിക്കൊണ്ട് നമ്മൾ ശ്രദ്ധ കൊടുത്ത് നമ്മൾ ഓരോ പ്രവൃത്തികൾ അഥവാ കർമ്മങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ സമയമനുസരിച്ച് ആ വിജയം നമ്മുടെ കയ്യിൽ വന്നു ചേരും. അതുകൊണ്ട് നമ്മുടെ പോരായ്മകളെ, നമ്മുടെ ഉയർച്ചയില്ലായ്മകളെ നമ്മൾ അതിനെ കുറ്റമായി കാണാതെ നമ്മൾ ഓരോ
കർമ്മം ചെയ്യുമ്പോഴും ബോധത്തോടുകൂടി ഉണർവോടുകൂടി കർമ്മം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സമയത്തിൽ തന്നെ നമ്മുടെ വിജയം നമ്മുടെ മുന്നിലെത്തും.